വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വിഷമവും ഇതിനില്ല കേട്ടോ. നമ്മൾ ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതേപോലെ വീശി ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പൊറോട്ട എന്നുള്ളത് പേരിട്ടുന്നേ ഉള്ളൂ. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇതപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർ രാത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയോ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പമാണ്. അതുപോലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. നന്നായിട്ട് ചൂടുള്ള അപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റവ വെച്ചിട്ടുള്ള ഈ ഒരു പൊറോട്ട എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസോളം വരുന്ന റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ വറുത്ത റവയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റ് 1.5 ഗ്ലാസോളം വരുന്ന റവ. ഇനി ഈ ഒരു റവ നമുക്ക് നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് കറക്റ്റ് 1.5 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസോളം വരുന്ന സാധാരണ വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 2.5 ഗ്ലാസ് സാധാരണ വെള്ളവും 1/2 ഗ്ലാസോളം വരുന്ന പശുവിൻ പാലുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പശുവിൻ പാൽ എടുക്കാൻ താല്പര്യമില്ല, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 3 ഗ്ലാസോളം വെള്ളം എടുത്താലും മതിയാവും. ഒരു 1/2 ഗ്ലാസ് പശുവിൻ പാലും കൂടി ചേർക്കുന്ന സമയത്ത് ആ ഒരു പൊറോട്ടയ്ക്ക് ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ്സും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലും ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പൊറോട്ടയ്ക്ക് ഒരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ പാലും ഈ ഒരു വെള്ളമൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുത്തിട്ടുള്ള റവ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റവ അവിടെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യത്തെ ഒരു കുറച്ച് ട്രിപ്പ് ഒന്ന് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പാർട്ടും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ആയതുകൊണ്ട് അവിടെ കട്ടയൊക്കെ പിടിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തീ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ റവയൊക്കെ ഈ ഒരു ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോഴത്തേ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്തിതേ കറക്റ്റ് ഈ ഒരു പരുവാത്തുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഈ ഒരു റവ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവയുടെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ റവയോട് കൂടി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു മാവ് ഒന്ന് ഹാർഡാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തോളൂ. ഒരുപാട് ചൂടാറാനായിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട. കാരണം അത് അങ്ങോട്ട് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്രാക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിൽ എത്രത്തോളം ചൂടുണ്ടോ ആ ഒരു ചൂടിൽ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. പിന്നെ റവയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനും അങ്ങനെയുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തടവിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക.
അപ്പോഴത്തേ നമ്മുടെ മാവൊക്കെ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കൈയുടെ അടിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റണം കേട്ടോ. അതാണ് മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ കറക്റ്റ് ഇതേ ഈ ഒരു രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് മുഴുവനായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ ഇതേ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നന്നായിട്ട് ഈ ഒരു പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പൊടി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മാവിൽ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ഇതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ളൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബലം കൊടുക്കണ്ട. ഒരുപാട് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തറയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇത്തിരി സ്മൂത്തായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുള്ളൂ. സാധാരണ നമ്മൾ നൈസ് പത്തിരിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇച്ചിരി നൈസായിട്ട് തന്നെ പരത്തിയെടുത്തോളൂ. ഇനി ഇത് പരത്തിയെടുത്തതിന് ശേഷം കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രം വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ആ ഒരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ മാവ് നമ്മുടെ ആദ്യം ഒരു പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പൊടി അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നിട്ട് അധികം ബലം കൊടുക്കാതെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പരത്തിയെടുത്തോളൂ. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ പരത്തുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇച്ചിരി പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പൊടി വെതറിയിട്ട് തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി. പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു റവ വാട്ടുന്ന ആ ഒരു സംഭവമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുത്തോളൂ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഹാർഡായി പോകുന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. ഇതുപോലെ അങ്ങോട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതേ ഒരു പാന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലുണ്ട്, അതേപോലെ ഒരിക്കലും ലോ ഫ്ലെയിമിലും ആയി പോകണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് വശവും ഏകദേശം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്കങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിതും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ തടവി കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പൊറോട്ട നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യാണ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രണ്ട് വശം നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം.
ഇപ്പോഴത്തെ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ ഇത്. നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യം ഇതിനില്ല. കാരണം ആ ഒരു നെയ്യൊക്കെ തടവി കൊടുത്തുകൊണ്ട് അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ്നെസ് ആണ് ഈ ഒരു പൊറോട്ടയ്ക്ക് ഉള്ളതെന്ന്. കറക്റ്റ് ആ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് എനിക്ക് മെയിൽ ID-യിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അതുപോലെ ഈ ചാനലിൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചപ്പാത്തിയും അതുപോലെ എന്നും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് റവ വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പൊറോട്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇഷ്ടപ്പെട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.